പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 31-ാം തീയതി ആമേൻ വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ സൂക്ഷിച്ചത്. കർത്താവിന് കരം ഉയർത്തിയിട്ട് സ്തോത്രം പറഞ്ഞാണ്. എല്ലാവരുടെയും കരങ്ങൾ ഉയർത്തിക്ക്. എന്നിട്ട് കർത്താവിന് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം കർത്താവ് നമ്മളെ ചിറകിൻ്റെ മറവിൽ മറച്ചില്ലേ? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചില്ലേ? കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ആമേൻ രാവിലെ ഉണർത്തിയതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതം കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് ലഭിച്ചു. അനേകർക്ക് ലഭിക്കാതെ പോയപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം അപ്പാ, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സങ്കീർത്തനക്കാരൻ പറയുന്നു, 107-ാം സങ്കീർത്തനം, ആമേൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ വൈരിയുടെ കയ്യിൽ നിന്ന് വീണ്ടെടുക്കുകയും കിഴക്കും പടിഞ്ഞാറും കടലിലുള്ള ദേശങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്തവരായ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ 21, 22 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്, അവർ യഹോവയായ കർത്താവിൻ്റെ നന്മയെ ചൊല്ലിയും ആമേൻ മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും കർത്താവിനെ സ്തുതിക്കട്ടെ. അവർ സ്തോത്രയാഗങ്ങളെ കഴിക്കുകയും സംഗീതത്തോടെ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തിയിട്ട് കർത്താവിന് നന്ദി പറയാം. ഒന്നുകൂടെ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പറയാം, യെസ് ലോർഡ്, താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പാപ്പ നന്ദി പറയുന്നു, പാപ്പ നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു പിതാവെ, ആരാധിക്കുന്നു അപ്പ, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു മാസക്കാലം നമ്മളെ അത്ഭുതകരമായി നടത്തിയില്ലേ? ഈ 31-ാം തീയതിയിലേക്ക് കടന്നു വരുവാൻ, ആരംഭമാസം, പുതിയ വർഷത്തിൻ്റെ 1-ാമത്തെ മാസം നമ്മളെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കൃപ പറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം. കർത്താവേ, ഈ പോയ ഒരു മാസക്കാലം, ഈ 31-ാം തീയതി വരെയും ഞങ്ങളെ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, 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 സ്തോത്രം അപ്പ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് സ്തോത്രം, 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 സ്തോത്രം അപ്പ. ഒന്നിനും മുട്ടുവരാതെ എല്ലാം ഞങ്ങൾക്ക് ആവശ്യം പോലെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം, 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 സ്തോത്രം പിതാവേ, സ്തോത്രം. ഈ പകൽക്കാലവും ഈ പുതിയ കർത്താവ് ദിവസവും ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവിക ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ അവകാശമാണല്ലോ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ദൈവിക ആരോഗ്യം അനുഭവിപ്പാൻ കർത്താവ് ഇന്ന് പകൽക്കാലം ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് റൈറ്റ് സൈഡിൽ, ചെസ്റ്റിനകത്ത് ആമേൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ, റൈറ്റ് സൈഡിൽ വേദന അനുഭവപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. റൈറ്റ് സൈഡിലെ ചെസ്റ്റിൽ വേദന അനുഭവപ്പെടുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പൂർണ്ണമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രാപിക്കട്ടെ. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവിന് മഹത്വം, കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. നന്ദി കർത്താവേ. അതുപോലെ കർത്താവേ, ആമേൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിന് നന്ദി. കർത്താവിൻ്റെ പ്രവൃത്തി ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ആമേൻ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ആമേൻ അവർക്ക് വേണ്ടി തക്ക തുണയെ കർത്താവ് ഒരുക്കുന്നതിന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിതാവിന് നന്ദി പറയുന്നു. അതുപോലെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ മറ്റ് പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവരുണ്ടല്ലോ കർത്താവെ, സമാധാനമില്ലാതിരിക്കുന്നവർ, സ്വസ്ഥതയില്ലാതിരിക്കുന്നവർ, ഇന്ന് പൽക്കാലം കർത്താവ് അവർക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്ന കർത്താവെ, താങ്ക് യു ലോർഡ്, താങ്ക് യു. ചില പ്രത്യേക വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, മനസ്സ് ആമേൻ ആകുലപ്പെട്ടിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ അതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. ആ വലിയ ഭാരം മനസ്സിൽ നിന്ന് ഒഴുകിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആ മനസ്സിനകത്ത് കിടക്കുന്ന വലിയ ഭാരം
ഭാരങ്ങൾ, ആമേൻ, പർവ്വതം ഇന്നലെ കേട്ടതുപോലെ പർവ്വതം ആമേൻ ദൈവസാന്നിധ്യത്തിൽ ഉരുകിപ്പോകുന്നത് പോലെ ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിനകത്തുള്ള ഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മനസ്സ് സ്വസ്ഥമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തതിന് നന്ദി. ഇന്നത്തെ സഭായോഗത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യാൻ പോവാണല്ലോ. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വലിയ പ്രതീക്ഷയോടാണ് കർത്താവ് ഇന്ന് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സഭായോഗത്തിനായിട്ട് ഒരു വാക്കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ സഭായോഗം ഞങ്ങളെ അങ്ങ് അസാധാരണമാക്കി, ആമേൻ, അത്ഭുതമാക്കി തീർത്തതിന് സ്തോത്രം. ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ സഹായിക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത് രാവിലെ ഇന്ത്യൻ സമയം 8:15 സഭായോഗം ആരംഭിക്കും. അതുപോലെ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമുക്ക് പ്രത്യേക സ്തോത്ര പ്രാർത്ഥനയുണ്ട്. മാസത്തിൻ്റെ ആരംഭ ദിവസമായതുകൊണ്ട് പ്രാർത്ഥിച്ച് പുതിയ മാസത്തിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ആമേൻ, ഞായർ, തിങ്കൾ, ചൊവ്വ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നമ്മുടെ പുതിയ മാസം അനുഗ്രഹമായി തീരുവാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ആലോചനകൾ പ്രാപിക്കുവാനുള്ള ദിവസങ്ങളാണ്. അതുകൊണ്ട് ഈ തുടർമാനമായിട്ടുള്ള ദിവസങ്ങളിൽ മീറ്റിങ്ങുകളിൽ എല്ലാവരും ശ്രദ്ധിക്കുക, പങ്കെടുക്കുക, ഉപവാസത്തോടുകൂടെ പങ്കെടുക്കുക. ആമേൻ. ഉപവാസവും പ്രാർത്ഥനയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിച്ചതാണ്. അതുകൊണ്ട് ഉപവാസം എടുക്കുന്നതിൽ ആരും വിമുക്ത കാണിക്കേണ്ട. ധൈര്യമായിട്ട് അങ്ങ് ഉപവസിക്കണം. അത് ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. ഇന്ന് പ്രഭാതത്തിൽ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ ആരംഭവാക്യത്തിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ആമേൻ. കേട്ടിട്ടുള്ള സത്യങ്ങൾ ആമേൻ നമ്മൾ കൂടുതൽ ആമേൻ സൂക്ഷിച്ചു വെക്കണം. കൂടുതൽ ശ്രദ്ധയോടുകൂടെ വേണം കേൾക്കുവാൻ. കാരണം അത് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ അത് നമുക്ക് നിർണായകമായ കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചാട്ടെ, ഈ ദൈവവചനം നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മൾ ആ ദൈവവചനം വായിക്കുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോഴും നമ്മൾ വിത്ത് ആണ് സ്വീകരിക്കുന്നത്, സീഡാണ് സ്വീകരിക്കുന്നത്. ആമേൻ. ആ വിത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുകയാണ്. ആ സീഡിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് വലിയ വൃക്ഷമായി മാറുവാൻ സാധ്യതയുണ്ട്. അത് വളർന്നു വരുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ആ സീഡ് നമ്മൾ ഉദാസീനമായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇന്നിപ്പം രാവിലെ നിങ്ങൾ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നു. ഒരുപക്ഷെ ചിലരൊക്കെ ഒത്തിരി പ്രഭാത സന്ദേശങ്ങൾ കേൾക്കുന്നവരാകാം. ഒരുപക്ഷെ നമ്മൾ സഭായോഗങ്ങളിലും മറ്റു മീറ്റിങ്ങുകളിലും ഒക്കെ പ്രസംഗങ്ങൾ കേൾക്കുന്നു. നമ്മളിതൊക്കെ അന്നേരം കേൾക്കുന്നു. കേട്ടതിന് ശേഷം നമ്മളിത് മറന്നു പോവുക ചെയ്യുന്നത്. അങ്ങനെ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചിട്ട് അവൻ പഠിക്കുന്നത് മറന്നു പോവുകയും പരീക്ഷയാകുമ്പോൾ ഒന്നും ഓർക്കുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ്. എന്നാൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. അത് വിത്താണ്. എങ്കിൽ മാത്രമേ അത് 100 മേനി ഫലം കായ്ക്കത്തുള്ളൂ. നമ്മുടെ കർത്താവ് തൻ്റെ പരിശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഉപമ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണല്ലോ. അപ്പം അവൻ എന്നാ പറഞ്ഞ്, ഒരുത്തൻ വിത്ത് വിതയ്ക്കാൻ പോയി. ചിലത് വഴിയരികെ വീണു, ചിലത് പിന്നെ അങ്ങനെ വന്നു, ചിലത് പാറസ്ഥലത്ത് വീണു, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. ഇതാണ് അന്ന് കർത്താവ് പറഞ്ഞത്. അതായത് പല അനുഭവങ്ങളാണ് പലരുടെയും ജീവിതത്തിൽ. നമ്മളിപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സഭായോഗത്തിന് ദൈവവചനം കേട്ടു. അത് കഴിഞ്ഞ് മൺഡേ കേട്ടു. അത് കഴിഞ്ഞ് വെനസ്ഡേ കേട്ടു. ഈ പോയ എല്ലാ ദിവസങ്ങളിലും പ്രഭാതത്തിൽ നമ്മൾ സന്ദേശങ്ങൾ കേട്ടു. നമ്മളിതൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല. നമ്മൾ കേട്ടു, ചിലപ്പോൾ നമുക്ക് ആവേശം കൊണ്ടുവന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും എന്നാ ഒരു വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നെന്ന് വിചാരിക്കും. ചിലപ്പോൾ നമുക്ക് സന്തോഷം കിട്ടിയെന്നിരിക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കാത്തത് കൊണ്ട് നമുക്ക് തക്ക സമയത്ത് അതിൻ്റെ ഫലം ലഭിക്കാൻ കഴിയാതെ പോകുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചഞ്ചലപ്പെട്ടു പോകുവാൻ ഇടവരുന്നു. നമ്മൾ ഈ കുഞ്ഞുങ്ങൾ പറയുന്നതിൽ, അയ്യോ ഞങ്ങളോട് പറയാതെ പരീക്ഷയിട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ കഴിഞ്ഞില്ല. പറഞ്ഞിട്ടായിരുന്നെങ്കിൽ ഞങ്ങൾ റിവിഷൻ നടത്തിയിട്ട് വന്നേനെ. അതാണ് പഠിപ്പിക്കുന്ന അതാത് സമയങ്ങളിൽ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തെങ്കിൽ, സൂക്ഷിച്ചു വെക്കുകയും ചെയ്തെങ്കിൽ ഫലം കായ്ക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞു, ഈ പാറസ്ഥലത്ത് വഴിയരികിൽ വീണ വിത്തെന്ന് പറഞ്ഞാൽ എന്തുവാ, ദൈവവചനം ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അത് എടുത്തുകൊണ്ട് പോകുന്നു, ഫലം കായ്ക്കുന്നില്ല. പാറസ്ഥലത്ത് വീണെന്ന് പറഞ്ഞാൽ
വചനം കേട്ടോടനെ വളരെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവൻ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ അറിയാം, അവൻ ഭയങ്കര സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു, ഭയങ്കര ആവേശമാണ്. പക്ഷെ വേരില്ല, അകത്തോട്ടിറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അത് പെട്ടെന്ന് അത് ക്ഷണിക്കാൻ മാത്രമേ അത്രേ. പ്രശ്നങ്ങളൊക്കെ വരുമ്പം തളർന്നു പോവുക. അടുത്തത് വചനം തീർത്തു, അവൻ ഈ ഞെരുക്കം അനുഭവപ്പെട്ടു. അവൻ ക്ഷണത്തിൽ എന്ത് ചെയ്തു? അത് ഇടറിപ്പോകുന്നു, മുള്ളിനടിയിൽ വീഴുക, ഞെരുക്കമാണ്. അവൻ ഈ ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ലോകത്ത് അവൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് പറ്റുന്നു? ഇത് നമ്മൾ കേട്ട വചനം നമ്മൾ മറന്നു പോകുന്നു, ഇത് ഫലം കായ്ക്കാതെ പോവുക. മുള്ളിനടിയിൽ വീണതോ അത് ഒരുത്തം വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ അവൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞു 100, 60, 30 മേനി നൽകുന്നു. അതുകൊണ്ട് ദൈവവചനം കേൾക്കുമ്പോൾ അത് സീഡാണ്. നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര പ്രതിഫലനം കൊണ്ടുവരുവാൻ കഴിയും. ദൈവവചനത്തെ ആത്മാർത്ഥമായി സ്വീകരിക്കണം, ഹൃദയപൂർവ്വം സ്വീകരിക്കണം. ഓരോ പ്രാവശ്യവും ദൈവവചനം വായിക്കുമ്പോഴും ഓരോ പ്രാവശ്യവും ദൈവവചനം കേൾക്കുമ്പോഴും അത് വളരെ വാല്യൂഡായിട്ട് നിങ്ങൾ കാണണം. അതിനെ അത് വലിയ ഭയങ്കര കൂടിയ പ്രസംഗങ്ങളാണെങ്കിലും കൊള്ളാം, സാധാരണ രീതിയിൽ നിങ്ങൾ ദൈവവചനം കേൾക്കുമ്പോഴാണെങ്കിലും കൊള്ളാം, ദൈവവചനം എങ്ങനെ റിസീവ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓർത്തോണം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചലനം കൊണ്ടുവരാൻ പറ്റും, ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കും, സ്ഥിതിയെ മാറ്റിമറിക്കുവാൻ കഴിയും. അതുകൊണ്ട് ദൈവവചനത്തെ വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നവരായിരിക്കണം. അവൻ ദൈവവചനം കേൾക്കുക മാത്രമല്ല, നിങ്ങൾ ഭവനത്തിലിരുന്ന് വീണ്ടും അയവിറക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുവൊക്കെ അവൻ വേഗത്തിൽ പോയി പുല്ല് തിന്നും. പുല്ല് തിന്നതിന് ശേഷം എവിടെയെങ്കിലും മാറിക്കിടന്നിട്ട് പിന്നെയും ചവയ്ക്കും. ഒന്നും പുല്ലല്ല, അതിൻ്റെ മുന്നിൽ പുല്ലൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കണ്ണടച്ച് സൈഡിലിരുന്ന് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചവയ്ക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതെന്താണെന്നറിയാമോ? ഭക്ഷിച്ച ആ പുല്ല് വീണ്ടും അത് തിരിച്ച് നേരെ വായിൽ കൊണ്ടുവന്നിട്ട് അതിനെ ചവച്ചരയ്ക്കുക. ഇതുപോലെ വേണം നമ്മൾ ചെയ്യാൻ. വചനം ഇന്നിപ്പോൾ രാവിലെ സഭായോഗത്തിന് വചനം കേൾക്കും, അത് കേട്ടു, അത് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോവുക. ചിലപ്പം ചർച്ചയിൽ നിന്ന് പോകുന്ന വഴി ചോദിക്കുക, എന്താ ഇന്ന് കേട്ടെന്ന് ചോദിച്ചാൽ പോലും നമുക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടനെ ചോദിച്ചാൽ പോലും നമുക്ക് ഓർമ്മയില്ല. അങ്ങനെ ആകരുത്. വീണ്ടും അതിനെ എടുത്ത് ചവയ്ക്കണം, വീണ്ടും അത് നമ്മൾ ധ്യാനിക്കണം, വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 100 മടങ്ങ് ഫലം കായ്ക്കുവാൻ ഇടവരും കേട്ടോ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ മറന്നു പോകരുത്. ദൈവവചനത്തെ വളരെ ശ്രദ്ധയോടെ വളരെ പ്രാധാന്യത്തോടെ സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, 100 മടങ്ങ് പ്രതിഫലം നിങ്ങൾക്ക് തരട്ടെ. ആമേൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽ തീരത്തിലെ മണൽത്തരി പോലെ ദൈവസഭ വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.